സഖ്യസാനുശ്രുതി ചേർത്തുവച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരപതിന്റെ തന്ത്രിയിലുണർത്തി പറയുന്നില്ല. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന എല്ലാവർക്കും എന്റെ സ്വന്തം പേരിലും കമ്മിറ്റിയുടെ പേരിലും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ കേരള പരിപാടിയുടെ ചാർജല്ല ഷൈനി ടീച്ചർക്ക് മൈക്കുകാരും കൈമാറുന്നു. പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാലേ? നമുക്കൊക്കെ നമ്മുടെ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് നമ്മളെല്ലാവരും പിറന്നാൾ ആഘോഷിക്കാറുണ്ട്, മിഠായി കൊടുക്കുന്നുണ്ട്. കേരളത്തിന്റെ പിറന്നാൾ എന്നായിരുന്നു? 69ാം പിറന്നാൾ എന്നായിരുന്നു? സഖ്യസാനുശ്രുതി ചേർത്തുവച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. കൊല്ലം ഏറ്റവും ഉത്പാദിപ്പിക്കുന്ന ജില്ല. ആലപ്പുഴ ഏറ്റവും ചെറിയ ജില്ല. കോട്ടയം ഇടുക്കി എല്ലാം കാണാം. കോഴിക്കോട് കേരളത്തിന്റെ ഐതിഹ്യങ്ങൾ പ്രധാനമായും പരശുരാമൻ മഴുവരിഞ്ഞ് കേരളം സൃഷ്ടിച്ചു എന്ന ഐതിഹ്യവുമായും കേരളം എന്ന പേരിന്റെ ഉത്ഭവമായും ബന്ധപ്പെട്ടിരിക്കുന്നു. സഖ്യസാനുശ്രുതി ചേർത്തുവച്ച മണിവീണയാണെന്റെ അതിർത്തിയിലൂടെ നീളുന്ന മലനിരകൾ, അനവധി വെള്ളച്ചാട്ടങ്ങളും വന്യജീവി സംരക്ഷണ ഗ്രന്ഥങ്ങളും. ഇവിടെയാണ് കടൽ തീരങ്ങൾ. കോവളം, വർക്കല, ബേക്കൽ തുടങ്ങിയ മനോഹരമായ ബീച്ചുകൾ ലോക സഞ്ചാരികളെ ആകർഷിക്കുന്നു. വനങ്ങൾ പെരിയാർ, വയനാട്, സൈലന്റ് വാലി തുടങ്ങിയ വനപ്രദേശ അതിരപ്പള്ളി, തൃശൂർ, കാർഷിക വിളകൾ. മലനാട് പ്രധാന കാർഷിക വിളകൾ തേയില, കാപ്പി, റബ്ബർ, ഏലം. തീരപ്രദേശം ഇടുക്കി, ഗ്രാമ്പു ഇടുക്കി, ചന്ദനം ഇടുക്കി, റബ്ബർ കോട്ടയം, കശുവണ്ടി കണ്ണൂർ, പരുത്തി പാലക്കാട്, കൈതമുട്ട എറണാകുളം, കരിമ്പ് പാലക്കാട്, നിലക്കടല ഉറപ്പ്, കശുവണ്ടി, അടയ്ക്ക. കൃഷി പ്രധാന സംസ്ഥാനമാണ്.
ഇവിടെ മഴയും നദികളും ധാരാളമായതിനാൽ വിവിധ തരത്തിലുള്ള കൃഷി രീതികൾ കാണപ്പെടുന്നു. തീരപ്രദേശം എന്നിവയാണ്. ഈ കൂട്ടുകാരി, ഞാൻ മലനാട്, നിങ്ങൾ കാത്തിരിക്കുന്ന മലനാട്. ഉദ്യാനങ്ങൾ, നാഷണൽ പാർക്കുകൾ, അങ്ങനെ ഐക്യവികാരങ്ങൾ, വളരെ ഇവിടെ തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് മലനാട് പ്രദേശം. പശ്ചിമഘട്ടം സഹ്യപർവ്വതനിര എന്ന പേരിലും അറിയപ്പെടുന്നു. തീരപ്രദേശം അടിസ്ഥാനത്തിൽ ഭൂപതിയെ മൂന്നായി തിരിക്കാം. തീരപ്രദേശം 25 മീറ്റർ ഉയരം പ്രദേശങ്ങളാണ് മലനാട്. ഈ പ്രദേശങ്ങളിൽ നിന്നാണ് നദികളെല്ലാം ഉത്ഭവിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങൾ അറിയപ്പെടുന്നത് കേരളത്തിന്റെ ആകെ പ്രദേശമാണ്. കേരളത്തിൽ അതികഠിനമായ തണുപ്പോ അനുഭവപ്പെട്ടു. കൂടിയാട്ടം, കഥകളി, നാടകം, ക്ഷേത്രകലകൾ, തുള്ളൽ, പടയണം, മുടിയേറ്റ്, തിരയാട്ടം. സാംസ്കാരിക കലയിലെ സംഗീതം മുഖ്യമായി 2 ധാരകൾ ഉണ്ട്. ഒന്ന് സാമ്പ്രദായിക സംഗീതം, 2 ശാസ്ത്രീയ സംഗീതം. വടക്കൻ പാട്ട്, തെക്കൻ പാട്ട്, നാടൻ പാട്ട്, കളിപ്പാട്ട്, വഞ്ചിപ്പാട്ട് തുടങ്ങിയവ നാടോടി സംഗീതത്തിന്റെ രൂപങ്ങളാണ്. സ്വാതി തിരുനാൾ, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ, ഇരയിമ്മൻ തന്റെ, ഓമനത്തിങ്കൾ കിടാവ്, ചിത്രകല, വാസ്തുശില്പകല, കളമെഴുത്ത്, ആധുനിക ചിത്രകല. ഐക്യജനാധിപത്യ മുന്നണി 41 നിയമസഭയുടെ കലാപതി സാധാരണയായി 5 ഭരണ സ്ഥാപനങ്ങളെ 3 തലങ്ങളായി വിഭജിച്ചുള്ള ഒരു ഭരണ സംവിധാനമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 73 ഭേദഗതി വഴിയാണ് ഈ സംവിധാനം രാജ്യത്ത് നിലവിൽ വന്നത്. കേരളത്തിൽ കേരള പഞ്ചായത്ത് രാജ് 1994 പ്രകാരം ഇത് നടപ്പിലാക്കി. നേരിട്ടുള്ള തിരഞ്ഞെടുപ്പിലൂടെയാണ് ജില്ലയിലെ വികസന പ്രവർത്തനത്തിലൂടെ ഏർപ്പെടുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്താണ്. ഈ സഭയിലെ മന്ത്രിമാരുടെ പട്ടിക 2021 മന്ത്രിസഭ: മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, മറ്റു മന്ത്രിമാർ ശ്രീ റോഷി അഗസ്റ്റിൻ, ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. സഖ്യസാനുശ്രുതി ചേർത്തു വച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടും